ശരിക്കും CPM അങ്കലാപ്പിലാണ്. അവരുടെ തന്നെ ഒരു വിലയിരുത്തൽ പ്രകാരം അവരുടെ പ്രധാനപ്പെട്ട പല നേതാക്കളും സീനിയർ നേതാക്കളും തോൽക്കും എന്നുള്ള ഒരു രഹസ്യ വിലയിരുത്തൽ ഇവർ നടത്തിയിട്ടുണ്ട്. അതായത് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ പിണറായി വിജയൻ ജയിക്കും, ബാക്കി പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കൾ അതായത് മന്ത്രിമാരായിരുന്നവരും അല്ലാതെ മന്ത്രിമാരാകാൻ സാധ്യതയുള്ളവരും സാധ്യത കൽപ്പിക്കപ്പെടുന്നവരും ഒക്കെ തന്നെ തോക്കും എന്നുള്ള ഒരു ധ്വനി CPMനുള്ളിൽ തന്നെയുണ്ട്. MV ഗോവിന്ദൻ മാസ്റ്റർ ഇത് വേറെ പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ തന്നെ അധികാരത്തിൽ വരും എന്ന് പറയുന്ന ആ ശരീരഭാഷയിൽ തന്നെ CPMന് പ്രത്യേകിച്ചും പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കൾക്കൊക്കെ തന്നെ വലിയ തിരിച്ചടി ഉണ്ടാകും ഈ തിരഞ്ഞെടുപ്പിൽ എന്നുള്ള ഒരു പൊതു വിലയിരുത്തലാണ് നമുക്ക് മനസ്സിലാകുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ആ ചിരിയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഇപ്പം ഏറ്റുമാനൂരിൽ VN വാസവൻ ജയിക്കുമായിരിക്കും, പക്ഷേ പ്രധാനപ്പെട്ട പല നേതാക്കളും വാസവൻ്റെ ആ ഒരു റേഞ്ചിൽപ്പെട്ട പല നേതാക്കളും തോൽക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. അത്രയും ശക്തമായൊരു UDF തരംഗം ചില പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചന നൽകുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ കൃത്യമായി തന്നെ ഒരു ഫലമല്ല, പക്ഷേ അതിൻ്റെ ഒരു സാധ്യത ആണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്, വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെ വന്നാൽ LDF പ്രതിപക്ഷത്തായാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകാനുള്ള സാധ്യത തീരെയില്ല എന്ന് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. കാരണം അദ്ദേഹത്തിന് രോഗാവസ്ഥയുണ്ട്, പ്രായാധിക്യമുണ്ട്. അപ്പം പ്രതിപക്ഷ നേതാവായിരിക്കാൻ, മുഖ്യമന്ത്രിയായിരിക്കാൻ ഓക്കെ, പക്ഷേ പ്രതിപക്ഷ നേതാവായിരിക്കാൻ അദ്ദേഹത്തിന് ഒരു വൈക്ലഭ്യം ഉണ്ടാകാനുള്ള ആ ഒരു മനോനില അദ്ദേഹത്തിന് ഇല്ല, ശാരീരിക മനോനിലകൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്ന് CPMൽ നിന്ന് തന്നെയുള്ള ചില തരംഗങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വന്നാൽ ധർമ്മിടത്ത് ഇദ്ദേഹം രാജിവെച്ച്, അതായത് വെറും ഒരു MLA ആയി പിന്നെ തുടരാൻ പറ്റില്ലല്ലോ അല്ല അദ്ദേഹത്തെ പോലുള്ള ഒരാൾക്ക്. ധർമ്മിടത്ത് ഇദ്ദേഹം രാജിവെച്ച് അദ്ദേഹം വിശ്രമ ജീവിതത്തിലേക്കോ അല്ലെങ്കിൽ പാർട്ടിയുടെ വേറെന്തെങ്കിലും ചുമതലകളിലേക്കോ മാറിയിട്ട് M സ്വരാജ് ധർമ്മിടത്ത് മത്സരിച്ച് ജയിക്കാനുള്ള സാധ്യത തീരെയില്ല എന്നും വിലയിരുത്തപ്പെടുന്നു. അങ്ങനെ ഒരു പ്രതിസന്ധിയിലാണ്, അതിസങ്കീർണമായൊരു പ്രതിസന്ധിയിലൂടെയാണ് CPMൽ ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നത്. പക്ഷേ നമുക്കറിയാം, എങ്ങനെ വേണമെങ്കിലും എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ തന്നെ മാറിമറിയാം. CPMൻ്റെ രാഷ്ട്രീയ തന്ത്രങ്ങൾ ഇതൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് AKG സെൻറ്റർ കേന്ദ്രീകരിച്ച് നടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പല്ലേ, പലതരത്തിലുള്ള ചർച്ചകൾ നടത്തേണ്ടതുണ്ട്, വിലയിരുത്തലുകൾ നടത്തേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പിന് മുൻപും ശേഷവും, എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്ന ശേഷവും, ഫലം വന്ന ശേഷവും ഒക്കെ തന്നെ പല വിലയിരുത്തലുകളും ഇതുപോലെയുള്ള ചില തന്ത്രങ്ങളും ഒക്കെ തന്നെ ആവിഷ്കരിക്കപ്പെടേണ്ടതുണ്ട്. എന്താണ് ചെയ്യേണ്ടത്? ഇത്തരത്തിലുള്ള മുതിർന്ന നേതാക്കൾ തോക്കുകയാണെങ്കിൽ, ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്, മുതിർന്ന പല നേതാക്കളെയും തോൽപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് CPM തന്നെ എന്നുള്ളതാണ് മറ്റൊരു കാര്യം. KK ശൈലജ പേരാവൂരിൽ ജയിക്കുമോ? ഒരു സാധ്യതയുമില്ല. അങ്ങനെ പലരെയും തോൽപ്പിച്ചും ഒതുക്കിയും ഒക്കെ തന്നെയാണ് ഈ പറയുന്ന നേതൃത്വങ്ങൾ മുമ്പോട്ട് കടന്നു വന്നിരിക്കുന്നത്. അങ്ങനെ വന്നാൽ ഇപ്പം M സ്വരാജ് പാർട്ടിക്ക് വേണ്ടി ഒരുപാട് വാർത്താ സമ്മേളനങ്ങളൊക്കെ നടത്തി അടുത്ത മുഖ്യമന്ത്രിയാകും എന്ന രീതിയിലുള്ള ചില വാർത്തകൾ വരെ നമ്മൾ കേട്ടു. അടുത്ത മുഖ്യമന്ത്രി, അതായത് ഭാവിയിലെ അടുത്ത മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. ഒരു പിണറായി വിജയൻ ഫാനാണ്, പിണറായി വിജയൻ പക്ഷക്കാരനാണ്. അപ്പോൾ അദ്ദേഹത്തെ ധർമ്മടത്ത് നിർത്തിയാൽ അദ്ദേഹം ജയിക്കുമോ? പിണറായി വിജയന് വോട്ട് ചെയ്തവർ സ്വരാജിന് വോട്ട് ചെയ്യുമോ? തുടങ്ങിയ സംശയങ്ങളും ചില ആശങ്കകളുമൊക്കെ CPMന് ഇപ്പോൾ ഉണ്ട്. എന്തായാലും പ്രതിപക്ഷ നേതാവായി ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വരാനുള്ള അല്ലെങ്കിൽ ഇരിക്കാനുള്ള സാധ്യത തുലവും കുറവാണ് LDF തോൽക്കുകയാണെങ്കിൽ എന്നാണ് ചർച്ചകളിലൂടെ ഇപ്പോൾ CPM തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് സൂചനകൾ. ഫലം വന്ന ശേഷം അതിൻ്റെ ബാക്കി കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. ഒരുപാട് ചർച്ചകൾ ഇനിയും ചെയ്യാനുണ്ടല്ലോ. ഈ എക്സിറ്റ് പോൾ ഫലങ്ങളും അതിൻ്റെ ചില തുടർ നടപടികളുമൊക്കെ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളാണിപ്പോൾ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ നടക്കുന്നത്. അതിൻ്റെ ചുവടുപിടിച്ചാണ് ഇത്തരം വിലയിരുത്തലുകൾ. ഇനിയിപ്പോൾ അദ്ദേഹം പ്രതിപക്ഷ നേതാവാകാൻ ഉള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല എന്നും മറ്റ് ചില വാദങ്ങൾ ഉന്നയിക്കുന്നവരുമുണ്ട്.